Today I am going to discuss about how to take the BS out of business speak by Bob Wildfong. So this is a part of FIUGP first year AEC Commerce and Management students. സോ ആദ്യമേ തന്നെ ഓതർ ബോബ് വിൽഡ് ഫോങ്ങിനെ പറ്റി നോക്കാം. ഒരു അമേരിക്കൻ ഓതറാണ്, അതേപോലെ ജേർണലിസ്റ്റാണ്, ഫോമർ കറസ്പോണ്ടൻറ്റ് ഓൺ ദ ഡെയിലി ഷോ വിത്ത് ജോൺ സ്റ്റവാർട്ട്. സോ ദ ഡെയിലി ഷോ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ടെലിവിഷൻ പ്രോഗ്രാമാണ്, ഒരു ടോക്ക് ഷോയാണ്. ഇപ്പോൾ ജോൺ സ്റ്റവാർഡാണ് അതിൻ്റെ ഹോസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾ കൂടിയാണ് ബോബ് വിൽഡ്ഫോങ് എന്ന് പറയുന്നത്. കോ ഓതേർഡ് ദ BS ഡിക്ഷണറി അൺകവറിങ് ദ ഒറിജിൻസ് ആൻഡ് ട്രൂ മീനിങ്സ് ഓഫ് ബിസിനസ് സ്പീക്ക് വിത്ത് ടിം ഇറ്റോ. ഇതൊരു ബുക്കാണ്. ഈ ഒരു ബുക്കിൻ്റെ കോ ഓതർ ആയിട്ട് ടിം ഇറ്റോ എന്ന് പറയുന്ന ആളുടെ കൂടെ ഈ ഒരു ബുക്കിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ബോബ് വിൽഡ്ഫോങ്. ആ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ബിസിനസ് വേൾഡിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെ വരുന്ന നോവൽറ്റി, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ വേർഡ്സ്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻ ഒക്ടോബർ 2022 വിൽഫോങ് talked about the nature of business speak and how to use it judicially in TEDx conference at Vienna. അടുത്തതായിട്ട് പറയുന്നത് ഒക്ടോബർ 2022 ബോബ് വിൽഡ്ഹോക്ക് സംസാരിച്ചൊരു കാര്യമുണ്ട്. അതായത് ഒരു ബിസിനസ് സ്പീക്ക്, അതിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെ ആണ് അത് യൂസ് ചെയ്യേണ്ടത്, ഇൻ ഓർഡർ ടു യൂസ് ഇറ്റ് ജുഡീഷ്യലി, വളരെ നീതിപരമായിട്ട് കറക്റ്റായിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാം. ടെഡെക്സ് കോൺഫറൻസ് ഒരു ടെഡ് ടോക്കാണ്. ആ ടെഡ് ടോക്കിൽ, വിയന്നയിൽ വെച്ച് നടന്നൊരു ടെഡ് ടോക്കിൽ വിൽഡ്ഫോങ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബിസിനസ് വേൾഡിൽ സംസാരിക്കുന്ന ജാർഗൺ വേർഡ്സൊക്കെ ഉണ്ടാവും. അതിനെ പറ്റിയിട്ടൊരു വ്യക്തമായിട്ടുള്ള ധാരണ ആവശ്യമാണ്. ഒരു ബിസിനസ് വേൾഡിൽ ഉള്ളൊരു ജോബ് തേടുന്നവരാണെങ്കിലും ആ ഒരു ഫീൽഡിൽ ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ആ ബിസിനസ് ജാർഗൺ വേർഡ്സിനെ പറ്റിയിട്ടുള്ള അറിവ് വളരെയധികം അത്യാവശ്യമായിട്ട് നേടേണ്ട ഒരു കാര്യം തന്നെയാണ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇനി അടുത്തത് പറയുന്നത്. ദ ടോക്ക് ബിഗിൻസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിലെ സ്പീക്കർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഐ ആം ഫ്ലുവൻറ്റ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് സ്പീക്ക്. അപ്പോൾ ബിസിനസ് മേഖലയിൽ സംസാരിക്കുന്ന പെർട്ടിക്കുലർ ലാംഗ്വേജ്, അതിൽ ഞാൻ ഫ്ലുവൻ്റ് ആണ്. അടുത്തതായിട്ട് ഹി ഡിഫൈൻസ് വാട്ട് ഇസ് BS. ഇവിടെ ടൈറ്റിലൊക്കെ BS എന്ന് കണ്ടു. BS എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ബിസിനസ് സ്പീക്ക് എന്നാണ്. ബിസിനസ് സ്പീക്ക് ഈസ് ദ ലാംഗ്വേജ് വി യൂസ്ഡ് ഇൻ ജോബ് ടു ഡിസ്ക്രൈബ് ആൻഡ് ഡിഫൈൻ തിങ്സ്. അപ്പോൾ ബിസിനസ് മേഖലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഡിസ്ക്രൈബ് ആൻഡ് ഡിഫൈൻ തിങ്സ്. ബിസിനസ് വേൾഡിൽ നമ്മളെപ്പോലെയുള്ള പല സെയിം ബിസിനസ് ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന, അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യും. ചിലപ്പോൾ അവരത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് യൂസ് ചെയ്യും, പല കാര്യങ്ങളും ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ അവരുടേതായിട്ടുള്ളൊരു സ്ലാങ്, ഇഡിയംസ് ഒക്കെ ഉണ്ട്. അതാണ് ഈ ബിസിനസ് സ്പീക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ വേ വി ടോക്ക് ഇൻ ഹോം. സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർ വീട്ടിലൊക്കെ സംസാരിക്കുന്ന, നമ്മളുടെ സഹോദരങ്ങളോട്, മക്കളോടൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷ, അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ഈ ഒരു BS അല്ലെങ്കിൽ ബിസിനസ് സ്പീക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹി സേസ് ദാറ്റ് in BS, a straightforward communication will become so difficult to understand when there is excess business jargon. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള BS അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ജാർഗൺ വേർഡ്സ്, അതിൻ്റെ എക്സസ് യൂസേജ് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്നതായിരിക്കില്ല, വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടത് മാറും. He first came across the BS when he listens to his wife, who is a chief marketing officer of a global consulting firm, on a conference call. അപ്പോൾ ഈ സ്പീക്കർ തുടക്കത്തിൽ ഒരു കോമിക്
ലോക്കൽ സെൻസ് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ BS എനിക്ക് പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ വൈഫ് ഒരു കോൺഫറൻസ് കോളിൽ അവിടെ കോൺഫറൻസ് കോളിൽ സംസാരിക്കുന്നത് ഇയാൾ ശ്രദ്ധിക്കാനിടയായി. ആ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വേർഡ്സും ഇഡിയംസൊക്കെ കേട്ടപ്പോൾ അതിൻ്റെ ഒന്ന് മീനിങ് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഡിക്ഷണറി ചെക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് ബോയിൽ ദ ഓഷ്യൻ, ടൈഗർ ടീം, SWOT അനാലിസിസ്. അപ്പം ഇതൊക്കെ ഈ വേർഡ്സൊക്കെ ഇഡിയംസ് ആണ്. അതായത് ഇതിനൊക്കെ വേറെ മീനിങ്ങുകളാണ് ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ജാർഗൺ വേർഡ്സായിട്ട് യൂസ് ചെയ്ത സമയത്ത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ പെർട്ടിക്കുലർ ഡിക്ഷണറിയിൽ നോക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹി പുട്ട്സ് ഫോർവേഡ് 3 സജഷൻസ് ടു ക്ലാരിഫൈ ആൻഡ് സിംപ്ലിഫൈ ബിസിനസ് സ്പീക്ക് ആൻഡ് മേക്ക് ദ കമ്മ്യൂണിക്കേഷൻ മോർ ഈസിയർ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. അടുത്തതായിട്ട് ഇപ്പം നമ്മൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇഡിയംസൊക്കെ പെട്ടെന്ന് അറിയാത്തതുണ്ടാവും. അപ്പോൾ ശരിക്കും 3 സജഷൻസ് പറയുകയാണ്. ബിസിനസ് സ്പീക്ക് കുറച്ചും കൂടെ ഈസി ആക്കാനും കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസിയർ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്കാനും കുറച്ച് സജഷൻസ് സ്പീക്കർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ആ സജഷൻസ് ഒക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഹി സേസ് ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ദ ബിസിനസ് സ്പീക്ക്. ഈ പർട്ടിക്കുലർ BSന് കുറച്ച് പ്രശ്നങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് എലൈറ്റ്. പിന്നെ റിസർച്ച് മനസ്സിലാവുന്നൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലൈറ്റ് നല്ല അറിവുള്ള, അതായത് ആ രീതിയിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്, എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നവർ, അവർക്കിടയിലുള്ള ഒരു ഭാഷയാണ് ഈ ബിസിനസ് സ്പീക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ എലൈറ്റ് വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ആ ഗ്രൂപ്പിലുള്ളവർ ആരാണെന്നുള്ള രീതിയിൽ റിസർച്ച് പറയുകയാണ്. റിസർച്ച് ഷോസ് ദാറ്റ് ദിസ് എലൈറ്റ് വേൾഡ് ഓഫ് ബിസിനസ് ഈസ് മെയ്ഡ് ഓഫ് വൈറ്റ് മെൻ. ഒരു വൈറ്റ് മെൻ, സ്പീക്കറിനെ പോലെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റി, അവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ എലൈറ്റ് വേൾഡ് എന്ന് ഇയാൾ വിളിക്കുന്നത്. ഹി സേസ് സം ഓഫ് ദ നെയിംസ്, അത് കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്. ജോൺ D. റോക്ക്ഫെല്ലർ, ആൻഡ്രൂ കാനർജി, അവരൊക്കെ ഇന്ന് ബിസിനസ് വേൾഡ് ഭരിക്കുന്ന ഹെഡായിട്ടുള്ള കുറേ ആൾക്കാർ, അവരൊക്കെ ഈ എലൈറ്റ് ഗ്രൂപ്പ് എന്ന് ഇയാൾ വിളിക്കുന്ന വൈറ്റ് മെൻസ് ആണ് എന്നാണ് പറയുന്നത്. 90% ഓഫ് ഓൾ വേൾഡ് വൈഡ് ഫോർച്യൂൺ 500 കമ്പനി CEOs ആർ വൈറ്റ് ഗൈസ്. പിന്നെ പറയുകയാണ് 90% ഒരുവിധം CEOs ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഈ എലൈറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വൈറ്റ് മെൻ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടവർ ആണ് എന്നാണ് സ്പീക്കർ പറയുന്നത്. അടുത്തതായിട്ട് ഹി ഈസ് ഇൻട്രൊഡ്യൂസിങ് ഹിസ് ഫ്രണ്ട്, ഒരു കൂട്ടുകാരിയുടെ പേരിവിടെ പറയാണ്, എമിലി. അപ്പോൾ അവരൊരു തിയേറ്റർ കമ്പനി, USA തിയേറ്റർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പം ദിസ് തിയേറ്റർ കമ്പനി ഡസ് കോർപ്പറേറ്റ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ആ രീതിയിൽ ഒരു കോർപ്പറേറ്റ് എൻ്റർടൈൻമെൻറ്റ് അതിന് ഒരു ഫോക്കസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണത്. ആൻഡ് കീനോട്ട് സ്പീച്ചസ് ഫോർ കോൺഫറൻസസ്. ഷീ സ്റ്റാർട്ടഡ് എ ജോബ് എ ഫ്യൂ ഇയേഴ്സ് എഗോ. അപ്പോൾ ആ ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്ന സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഷീ സ്റ്റാർട്ടഡ് എ ജോബ് ഫ്യൂ ഇയേഴ്സ് എഗോ ആൻഡ് ഹെർ ഫസ്റ്റ് മീറ്റിംഗ് ഈസ് ടു ട്രൈ ടു മേക്ക് എ സെയിൽ, SALE. അപ്പം ആദ്യമായിട്ട് ആ ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി പോയ സമയത്ത് ഒരു മാർക്കറ്റിംഗ് നടത്താനായിട്ടാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കച്ചവടം ആരുമായിട്ടാണ് നടത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് വിത്ത് എ ബിഗ് ഓയിൽ കമ്പനി ഇൻ ഡല്ലാസ് ആൻഡ് അക്രോസ് ദ ബോർഡ് റൂം ഫോർ ഹെർ വെർ 5 ഓൾഡ് വൈറ്റ് ഗൈസ്. ദേ സ്റ്റേറ്റഡ് ടു യൂസ് ദ BS വേർഡ്സ് ദാറ്റ് ദേ ന്യൂ. അപ്പോൾ അതൊരു ഓയിൽ കമ്പനി, ഡല്ലാസിലുള്ളൊരു ഓയിൽ കമ്പനിയാണ്. അപ്പോൾ അവൾക്ക് മുന്നിലുണ്ടായിരുന്നതൊരു 5 ഓൾഡ് വൈറ്റ് ഗൈസ് ആണ്. അപ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അതായത് അവർക്കറിയുന്ന കുറച്ച് ബിസിനസ് വേർഡ്സ്, BS വേർഡ്സ്, ജാർഗണായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ന്യൂ ആയിട്ടുള്ള ഒരാളാണ് എമിലി, അവരോട് ഇതേപോലെയുള്ള ജാർഗൺ വേർഡ്സൊക്കെ ആദ്യമേ കാണുമ്പോൾ തന്നെ യൂസ് ചെയ്യുന്നത്? അതിനുള്ള റീസൺ ഈ സ്പീക്കറും എമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള പോസിബിൾ റീസൺസ് ആണ് ഇനി താഴെ പറയുന്നത്. 3 പോസിബിൾ റീസൺസ് ദാറ്റ് ഐ ടോക്ക്ഡ് ടു എമിലി. വൈ വുഡ് ദേ ഡു ദാറ്റ്? ഒന്നാമത്തെ റീസൺ, ദീസ് ഗൈസ് ഡിഡ് നോട്ട് നോ എനിത്തിങ് ബെറ്റർ.
അതായത് പിന്നെ ഒരു കാര്യമുണ്ട്. ആ ഒരു ടേം വെച്ചിട്ടാണ് ഇവർ മെൻഷൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേം കോൾഡ് ദ കേഴ്സ് ഓഫ് നോളജ്. കേഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഒരു അവസ്ഥയായിരിക്കാം ആ സ്പീക്കേഴ്സിന് ഉണ്ടായത്. കേഴ്സ് ഓഫ് നോളജ് എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. അത് റോബിൻ ഹൊഗാർത്ത് ഇൻട്രൊഡ്യൂസ് കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്. ഇറ്റ് ഈസ് എ ഫിനോമിനൻ വെർ സമൺ ഈസ് സോ എക്സ്പേർട്ട് ആറ്റ് ദ ലാംഗ്വേജ് ബട്ട് ദേ ഡോണ്ട് അപ്രീഷിയേറ്റ് എനിമോർ. അതായത് ലൈക്ക് നോട്ട് ടു നോ ദീസ് തിങ്സ്. ഈസി ആയിട്ട് മേ ബി ഡയറക്റ്റായിട്ട് അവർക്ക് പറയാൻ അറിയായിരിക്കാം, പക്ഷേ വളരെയധികം വളഞ്ഞ വഴി സ്വീകരിച്ച് വളച്ചൊടിച്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പറയുക. അതെന്താ ഉദ്ദേശിച്ചതെന്ന് സ്പീക്കറിന് മാത്രമാണ് അറിയുള്ളൂ. ആ ഒരു ഇതിനാണ് കേഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. അതാണ് ഈ എമിലിനോട് അവർ സംസാരിച്ചത്. അത് ആ ഒരു കാരണമാണ്. വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ, വലിയൊരു കോളേജിലൊരു ഫസ്റ്റ് ക്ലാസ്സിലൊരു പ്രൊഫസർ ഭയങ്കര അധികം വലിയ വലിയ ടേംസും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അയാൾ ഭയങ്കരമായിട്ട് ജാർഗൺ വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാണ്. പക്ഷേ കുറച്ച് ഈസി ആയിട്ട് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആ പ്രൊഫസർക്ക് അറിയാം. പക്ഷെ അത് യൂസ് ചെയ്യാതെ ടഫ് വേർഡ്സൊക്കെ യൂസ് ചെയ്ത് പറയുന്ന ഒരു രീതി. അപ്പോൾ അങ്ങനെയുള്ളതിന് വിളിക്കുന്നതാണ് ഈ കേഴ്സ് ഓഫ് നോളജ് എന്ന് തൊട്ട് മേലെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമിലിനെ പേടിപ്പിക്കാനായിട്ട് ഇവർ യൂസ് ചെയ്തതാകാം. സോ ദ സ്പീക്കർ സജഷൻ. അപ്പോൾ ആദ്യമേ തന്നെ ഫസ്റ്റ് സജഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ് വേൾഡിലായിരിക്കുന്ന സമയത്ത് ഇഫ് യു ഹാവ് എ ലോട്ട് ഓഫ് BS ഇൻ യുവർ ഫോർ വാൾസ്, നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലുള്ള ബിസിനസ് ജാർഗൺ വേർഡ്സ് അറിഞ്ഞിരിക്കാം. അതിൽ നിങ്ങൾ യുണീക്കായിരിക്കാം നിങ്ങളുടെ കമ്പനിയിൽ. പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ എംപ്ലോയി വരുമ്പോൾ യു ഷുഡ് ഗീവ് ദം ദ ഡയറക്ടറി ഓഫ് സം ഓഫ് ദീസ് ടേംസ്. ഇനി ഇവിടെ അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ജാർഗൺ വേർഡ്സ് അത് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മേ ബി അവിടെ യൂസ് ചെയ്യുന്ന ഡിക്ഷണറി, ആ ഡിക്ഷണറി എങ്കിലും അവർക്ക് കൊടുക്കുക. ഇതിൽ ഉള്ള വേർഡ്സൊക്കെ ഇനി ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ കേൾക്കാം. അപ്പോൾ ആദ്യത്തെ സജഷൻ ഈ ഒരു എക്സാമ്പിളിലൂടെ ഈ ഒരു സ്പീക്കർ പറയുകയാണ്. ഓക്കെ, to make it simple or give them the technical terms through a dictionary or something else like that.